കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു കപ്പിളിനെയാണ് കാണിക്കുന്നത്. അവരൊരു ക്യാമ്പിൽ വന്നിട്ട് രാവിലെ തന്നെ സ്നേഹിച്ചു തുടങ്ങാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ. ഈ കപ്പിളിന്റെ പേരല്ല, അതിലെ പയ്യന്റെ പേരാണ് ക്രയാഗ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പേരാണ് നീന. ഇവർ ഈ സ്നേഹിക്കുന്ന നേരത്ത് തൊട്ടപ്പുറത്ത് തന്നെ ടെന്റ് കിട്ടിയ വേറൊരു കപ്പിളോടുണ്ട്. അവരുടെ പേര് മാർക്കസ് എന്നും അതുപോലെ തന്നെ ലിസ് എന്നുമാണ്. ലിസിനാണെങ്കിൽ അപ്പുറത്ത് അവർ സ്നേഹിക്കുന്ന ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ലിസിന് ഒരാഗ്രഹം. അതുകൊണ്ട് തന്നെ ലിസ് ആണെങ്കിൽ ലിസിന്റെ പാർട്ണർ ആയിട്ടുള്ള മാർക്കസിന്റെ അടുത്ത് ചെല്ലും. അവനൊന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ വലിയ മൈൻഡ് കാണിക്കാതെ സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കും. മാർക്കസിന് നമ്മുടെ ലിസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് നേരത്തെ സ്നേഹിച്ച ആ കപ്പിൾസ് ഇല്ലേ, അതായത് ക്രയാഗും അതുപോലെ തന്നെ നീനയും രണ്ടുപേരും കൂടെ പുറത്തു വന്നിട്ടും നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ലിസ് അവിടെ ഇരിപ്പുണ്ട്. ലിസിന് ഇത് കാണുമ്പോൾ ഉള്ളിൽ എന്തോ പോലെ. പക്ഷെ മാർക്കസ് ആണെങ്കിൽ ലിസിന്റെ അടുത്ത് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. തൽക്കാലം മാർക്കസ് ഇതെല്ലാം കണ്ടിട്ട് ലിസിനെ വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. പേടിക്കണ്ട, നിനക്കും ഒരു ദിവസം വരുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇവരെല്ലാരും കൂടെ, അതായത് ഈ 4 പേരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ക്രയാഗും അതുപോലെ തന്നെ മാർക്കസും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ക്രയാഗ് ആണെങ്കിലും മാർക്കസിനോട് നീനയോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കല്ലേ, അത് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻ തകർന്നു പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കാര്യമാണെന്ന് അറിയത്തില്ല. പക്ഷെ മാർക്കസ് ആണെങ്കിൽ ഞാൻ പറയില്ല, നീ അതിനെപ്പറ്റി പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. കാർ ഓടിക്കുന്നത് നമ്മുടെ ക്രയാഗാണ്. അതുപോലെ ഫ്രണ്ടിലിരിക്കുന്ന നീനയാണ്. പിന്നെ ബാക്കിലിരിക്കുന്ന നമ്മുടെ മാർക്കസും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ലിസു ആണ്. എല്ലാരും കൂടെ എന്തോ ഫീൽഡ് ട്രിപ്പിന് മറ്റോ വന്നെയാണ്. ഇപ്പൊ കാർ എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തൊന്നും ആരുമില്ല. ഒരു നീണ്ട റോഡും ചുറ്റും മരുഭൂമിയാണ്. അങ്ങനെ അവർ കാർ ഓടിച്ച് പോവാണ്. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ട്. അങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോഴായിരിക്കും പിന്നിലായിട്ട് വലിയൊരു ട്രക്ക് വരുന്നത് ഇവരെല്ലാരും കാണുന്നത്. അപ്പൊ ഇവരൊന്ന് വിചാരിക്കും അതുമായിട്ട് റേസ് ചെയ്ത് പോവാന്ന്. പക്ഷെ ആ ട്രക്ക് ആണെങ്കിൽ നല്ല വേഗത കൂട്ടി ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ പിന്നിലായിട്ട് കൊണ്ടുവച്ച് ഒറ്റ ഇടിയാണ്. പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇവരൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. കാറിന്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് നഷ്ടപ്പെടുകയാണ്. പക്ഷെ ആ ട്രക്ക് ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ട്രക്ക് സൈഡിലോട്ട് വെട്ടിച്ചു മാറ്റി ഇവർ ഓവർടേക്ക് ചെയ്ത് പോവാണ്. പിന്നെ ഇവരുടെ കാറിന് വലുതായിട്ടൊന്നും പറ്റിയില്ല. ചെറിയ എന്തോ തട്ടും മുട്ടോ പറ്റിയതേ ഉള്ളൂ. ഇപ്പൊ ഇതൂടെ ആകുമ്പോൾ നമ്മുടെ ക്രയാഗിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവൻ വീണ്ടും ഓവർടേക്ക് ചെയ്ത് മുമ്പിലോട്ട് പോകാനായിട്ട് ശ്രമിക്കും. എന്നാൽ മാർക്കസ് പറയുന്നുണ്ട്, വേണ്ടാത്ത വള്ളികളൊന്നും പിടിക്കണ്ട. ഇനിയിപ്പോ ആ ട്രക്ക് ഡ്രൈവറിന് ദേഷ്യം വന്നാൽ അങ്ങേരി ട്രക്ക് വെച്ച് നമ്മളെ തട്ടി ദൂരോട്ട് തെറിപ്പിക്കുമെന്ന്. പക്ഷെ ക്രയാഗ് കേൾക്കത്തില്ല. നീ പേടിക്കണ്ട, അയാൾ നമ്മുടെ കാറിൽ കൊണ്ടുവച്ച് ഇടിച്ചിട്ട് അങ്ങനെ വെറുതെ വിടുന്ന ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓവർടേക്ക് ചെയ്ത് മുമ്പേ അങ്ങനെ പോകും. അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന നേരത്തെ ഈ ട്രക്ക് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെട്ടിക്കുന്നുണ്ട്. അതായത് യവന്മാരെ റോഡിൽ നിന്ന് പുറത്താക്കാനായിട്ടാണ് ആ ട്രക്ക് ഡ്രൈവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ക്രയാഗ് എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ആ നേരം നീനയാണെങ്കിൽ അയാളെ ചെറുതായിട്ടൊന്ന് വിരല് പൊക്കി നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടേ പോകുന്നത്. എന്നാൽ ഇത് കാണുന്ന ട്രക്ക് ഡ്രൈവറിന് ദേഷ്യം. ട്രക്ക് ഡ്രൈവർ ട്രക്ക് കൊണ്ടുവച്ച് അവർ ഇടിക്കാനായിട്ട് പോവാണ്. പക്ഷെ ക്രയാഗ് ആണെങ്കിൽ വണ്ടിയുടെ വേഗത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സിന് ട്രക്കുമായിട്ട് തട്ടിയില്ല. പക്ഷെ ട്രക്ക് വീണ്ടും വേഗത കൂട്ടിയിട്ട് ആ കാറിനെ കൊണ്ടുവച്ച് ഒറ്റ ഇടിയാണ്. ആ ഇടിയിൽ അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി. കാറാണെങ്കിൽ ഒരു സൈഡിലോട്ട് മാറിയിട്ട് അവിടെ ചെന്ന് കുത്തി മറിയുകയാണ്. പക്ഷേ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ ട്രക്ക് നിർത്താതെ അവിടെ നിന്ന് പോവുകയും കൂടെ ചെയ്തു. കുറച്ചു നേരം കഴിയുമ്പോൾ അതിനകത്ത് നീനയ്ക്ക് ബോധം വരുന്നുണ്ട്. അവൾ കാറിൽ നിന്ന് പതിയെ പുറത്തോട്ടിറങ്ങുകയാണ്. കാർ ആകെ തകർന്നിട്ടുണ്ട്. അവളുടെ പിന്നാലെ തന്നെ നമ്മുടെ മാർക്കസ് കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അവനും ബോധമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഓടി വന്ന് ഡ്രൈവർ സീറ്റിലുള്ള നമ്മുടെ ക്രയാഗിനെ നോക്കുകയാണ്. ക്രയാഗ് ആണെങ്കിൽ ഡ്രൈവർ സീറ്റിൽ അങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മാർക്കസ് ആണെങ്കിൽ അവൻ എങ്ങനെയൊക്കെ വലിച്ചു പുറത്തിടുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈ നോക്കുമ്പോഴാവട്ടെ അവന്റെ കൈയുടെ എല്ല് പൊട്ടിയിട്ട് ആ എല്ല് പുറത്തോട്ട് തള്ളിയിരിപ്പുണ്ട്. അതായത് അവന് പെട്ടെന്ന് തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുത്തില്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോയേക്കാം. ഒരുപാടധികം ചോര വാർന്നിട്ട് മരണപ്പെട്ടു പോയേക്കാം. അതുപോലെ തന്നെ മാർക്കസ് ആണെങ്കിൽ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലിസിനെ പോയി നോക്കുകയാണ്. ലിസിനും കുഴപ്പമൊന്നുമില്ല. അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആകെ പരിക്ക് പറ്റിയത് നമ്മുടെ ക്രയാഗിന് മാത്രമാണ്. അവന്റെ കൈയുടെ എല്ല് പൊട്ടിയിട്ട് പുറത്തോട്ട് തള്ളി വന്നു. അതുപോലെ തന്നെ ഇവർ നിൽക്കുന്നത് മരുഭൂമിയിലാണ്. ആരും ഇവരെ രക്ഷിക്കാനായിട്ട് വരത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ കഴിക്കാനായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ വെള്ളം ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഏകദേശം ഒരാഴ്ച ഇവർക്ക് 4 പേർക്കും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇപ്പൊ നെയ്നയാണെങ്കിൽ വന്നിട്ട് അവളുടെ കയ്യിലുള്ള എന്തൊക്കെയോ തുണി വെച്ച് നമ്മുടെ ക്രയാഗിന്റെ കയ്യിലുള്ള ആ ഒരു മുറിവ് കെട്ടി വെക്കുന്നുണ്ട്. എല്ല് പൊട്ടി വന്നതല്ലേ, അത് മുറുകെ കെട്ടിയിട്ട് അവന്റെ കഴുത്തിൽ ചെറിയൊരു താങ്ങ് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് കൈ നല്ല രീതിയിൽ വേദനിക്കാൻ പാടില്ലല്ലോ. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെ അത് പിടിച്ചു നിർത്തണ്ടേ. അതുകൊണ്ട് തന്നെ രക്തമൊന്നും വാർന്നു പോകാതിരിക്കാനായിട്ട് അങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്. എന്തായാലും ഇപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുന്ന നേരത്ത് ദൂരെയായിട്ട് ആ ട്രക്ക് ഒതുക്കിയിട്ടിരിക്കുന്നത് ഇവർ കാണുകയാണ്. ആ ട്രക്ക് അവിടെ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഒരുപാടധികം ദൂരെയാണ്. നടന്നു പോയി അയാളോട് സംസാരിക്കണം. ഇവരെന്താ വിചാരിക്കുക, അയാൾ അവരെ തട്ടിയിട്ടത് കൊണ്ട് തന്നെ ഇവരെ രക്ഷിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നാണ്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അയാളോട് പോയി സഹായം ചോദിച്ചാലോ എന്ന് നമ്മുടെ മാർക്കസ് ചോദിക്കുന്നുണ്ട്. മാർക്കസും അതുപോലെ തന്നെ ലിസും പറയുന്നുണ്ട്. എന്നാൽ നെയ്നയും അതുപോലെ തന്നെ ക്രയാഗും പറയുന്നത് അയാളാണ് നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അയാളോട് സഹായം ചോദിക്കണ്ട, ചിലപ്പോൾ അയാൾ വീണ്ടും ആക്രമിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അയാൾ
അയാളോട് സഹായം ചോദിക്കാതെ വേറെ മാർഗ്ഗമില്ലാന്ന് നമ്മുടെ മാർക്കസിനും അതുപോലെ തന്നെ ലിസിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും കൂടെ ഒരു ബാഗിൽ കുറച്ച് വെള്ളവും വേറെ എന്തൊക്കെയോ സാധനങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു തുടങ്ങും. നമ്മുടെ നെയ്നയോട് ക്രാഗിനെ നോക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. നെയ്നയും അതുപോലെ തന്നെ ക്രാഗും കൂടെ ആ പൊളിഞ്ഞ കാറിന്റെ അടുത്ത് ഒറ്റയ്ക്കാണ്. ക്രാഗിന് നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നെയ്നെ അവിടെ ആക്കിയിരിക്കുന്നത് ക്രാഗിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ അവൻ ഒരുപാടധികം വെള്ളം കുടിച്ചാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഒരുപാടധികം ബ്ലഡ് പോയിട്ടുണ്ട് അവന്റെ കയ്യിൽ നിന്ന്. എന്തായാലും നമ്മുടെ മാർക്കസും അതുപോലെ തന്നെ ലിസും കൂടെ നടന്ന് ട്രക്കിന്റെ അടുത്ത് ചെല്ലുകയാണ്. ട്രക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ട്രക്കിന്റെ ഡോറ് തുറന്ന് കിടക്കാണ്. അതുപോലെ തന്നെ അവർ പതിയെ നടന്ന് ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. മാർക്കസ് ആണെങ്കിൽ പതിയെ ട്രക്കിന് മുകളിൽ വലിഞ്ഞു കയറും. അതിന്റെ മുകളിൽ തന്നെ കുറേയധികം റേഡിയോ ഡിവൈസ് ഒക്കെ ഉണ്ട്. അത് വെച്ച് പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പക്ഷെ നടക്കുന്നില്ല. അതുപോലെ ട്രക്കിന്റെ ചാവിയാണെങ്കിൽ ട്രക്കിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതേ നേരം ലിസ് ആണെങ്കിൽ ട്രക്കിന്റെ അടിയിൽ അങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്, അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ഒരാൾ ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. അയാളുടെ ബൂട്ട് ലിസ് കാണുന്നുണ്ട്. ലിസ് പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടിപ്പോവാണ്. പക്ഷെ അത് മറ്റാരുമല്ല, നമ്മുടെ മാർക്കസ് തന്നെയാണ്. മാർക്കസ് പതിയെ നടന്ന് ലിസിന്റെ അടുത്ത് ചെന്നിട്ട് അത് ഞാനാണ്, പേടിക്കണ്ട, അതുപോലെ തന്നെ ട്രക്കിൽ ചാവി ഇരിപ്പുണ്ട്, പക്ഷെ ഡ്രൈവറിനെ കാണാനില്ല, അങ്ങനെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല എന്ന് പറയും. ഇതേ നേരം തന്നെ ക്രയാഗും അതുപോലെ തന്നെ നീനയും കൂടെ ആ കാറിൽ അങ്ങനെ ഇരിക്കുകയാണ്. ക്രയാഗിനെ കെട്ടിപ്പിടിച്ച് തന്നെ നീന അവിടെ ഇരിപ്പുണ്ട്. അവൻ ഈ സമയത്ത് ഒരുപാടധികം സ്നേഹമാണല്ലോ. ഇതേ നേരം തന്നെ മാർക്കസും അതുപോലെ തന്നെ ലിസും കൂടെ ട്രക്കിന്റെ മുകളിൽ അങ്ങനെ കയറി നിൽപ്പുണ്ട്. മാർക്കസ് ദൂരോട്ട് അവന്റെ കയ്യിലുള്ള ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്, ആരെങ്കിലും ചുറ്റുഭാഗത്ത് വല്ലതും ഉണ്ടോന്ന്. എന്നാൽ ആരെയും കാണാനായിട്ടില്ല. എന്തായാലും ലിസ് ആണെങ്കിൽ പതിയെ ട്രക്കിന്റെ ബാക്കിൽ പോയിട്ട് ട്രക്കിന്റെ ബാക്കിലുള്ള കണ്ടെയ്നർ തുറക്കാൻ പറ്റുമെന്ന് നോക്കും. പക്ഷെ അത് പൂട്ടിയിട്ടൊക്കെയാണ്, അത് തുറക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ലിസ് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് ലിസിന്റെ ബാക്കിൽ പിടിക്കുന്നത്, അതായത് മുതുകത്ത് പിടിക്കുന്നത്. അവള് പെട്ടെന്ന് ആയതും ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ക്രയാഗും അതുപോലെ തന്നെ നീനയാണ്. എന്തായാലും ഇവരങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ ഇവരോടും കാര്യം പറയാണ്, ട്രക്കിൽ ആരുമില്ല, ഡ്രൈവറിനെ കാണാനില്ല, അതുപോലെ തന്നെ ട്രക്കിന്റെ ചാവി അതിൻ്റെ അകത്തുണ്ടെന്ന്. ഇപ്പൊ ക്രയാഗ് ആണെങ്കിൽ പതിയെ നടന്ന് ട്രക്കിന്റെ മുൻവശത്ത് പോയി നിൽക്കും. ട്രക്കിന്റെ മുൻവശത്ത് തന്നെ ഒരു 3 തലയുള്ള നായയുടെ കുഞ്ഞു പ്രതിമയുണ്ട്. അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് നോക്കി നിൽക്കുന്ന നേരത്ത് അവന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അവനെന്തോ വയ്യാതാവുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോഴായിരിക്കും നീന അങ്ങോട്ട് വന്നിട്ട് അവനെ വിളിക്കുന്നത്. അപ്പോഴാണ് അവന് ബോധം വരുന്നത്. പക്ഷെ അവൻ എന്താ സംഭവിച്ചെന്ന് അവന് കറക്റ്റായിട്ട് അറിയത്തുമില്ല. പിന്നീട് എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അന്നേരമായിരിക്കും ദൂരം നിന്ന് എന്തൊക്കെ വെടിശബ്ദം കേൾക്കുന്നത്. ഇവര് ദൂരോട്ട് നോക്കുമ്പോൾ ഒരാളാണെങ്കിൽ ഇവരുടെ അടുത്തോട്ട് തോക്കും പിടിച്ച് ഓടി വരികയാണ്. അയാൾ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്കിപ്പോ ഈ ട്രക്ക് എടുത്ത് രക്ഷപ്പെട്ടു പോവുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ ട്രക്കിൽ കയറും. മാർക്കസ് ആണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നത്. നീനയും അതുപോലെ തന്നെ ക്രയാഗും കൂടെ ട്രക്കിന്റെ ബാക്കിൽ പോയിരിക്കും. മാർക്കസ് ട്രക്ക് എടുക്കും. പിന്നെ കൂടെ തന്നെ ലിസും ഉണ്ട്. ഇവരെല്ലാരും കൂടെ ട്രക്ക് എടുത്ത് പോകുന്ന നേരത്ത് അയാൾ വന്നിട്ടാണെങ്കിൽ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ട്രക്ക് എടുത്ത് രക്ഷപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ട്രക്കിനത് വെടി ഏൽക്കുന്നില്ല. അങ്ങനെ ട്രക്ക് എടുത്ത് പോകുന്ന നേരത്ത് ട്രക്കിന്റെ റേഡിയോ ഓൺ ആവുന്നുണ്ട്. അതുവഴി പാട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവർ പാട്ട് ഓഫാക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നുമില്ല. എന്തായാലും ഇവരെല്ലാരും കൂടെ അങ്ങനെ ട്രക്കിൽ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇവർക്ക് എല്ലാവർക്കും നല്ല ക്ഷീണം ആയതുകൊണ്ട് തന്നെ ട്രക്കിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാവരും ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ട്രക്ക് ഓടിക്കുന്ന നമ്മുടെ മാർക്കസ് ഉറങ്ങി പോകുന്നുണ്ട്. ഉറങ്ങുക, ഇടയ്ക്ക് എണീക്കുക. പക്ഷേ അവൻ വണ്ടി നിർത്തി ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നില്ല. പകരം വണ്ടി ഓടിച്ചോടിച്ച് അങ്ങനെ പോവാണ്. അങ്ങനെ അവൻ ട്രക്ക് ഓടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഈ ട്രക്ക് ഇടിക്കുന്നുണ്ട്. പെട്ടെന്ന് ട്രക്ക് ഒന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. മാർക്കസ് ട്രക്ക് ഒതുക്കിയിട്ട് എല്ലാവരും കൂടെ ട്രക്കിന്റെ പുറത്തോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ താഴെ കൊക്കയാണ്. അതുപോലെ തന്നെ ഇവരൊരു സ്ഥലത്ത് വന്ന് ഇടിച്ച് നിപ്പുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പറ്റിയിട്ടില്ല. ഇവര് മെയിൻ റോഡിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്തോട്ട് കയറി വന്നിരിക്കുകയാണ്. മാർക്കസിന് പോലും അറിയത്തില്ല ഇത്രയും സുരക്ഷിതമായിട്ട് അവൻ എങ്ങനെ ട്രക്ക് ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. അവൻ ഉറങ്ങിപ്പോയതല്ലായിരുന്നോ? ഈ കൊക്കയിൽ നിന്ന് താഴോട്ട് പോയതൊന്നുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇനിയിപ്പോ ഈ ട്രക്ക് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നെയാണെങ്കിലോ അത് ഇവർക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ വന്ന് ട്രക്കിൽ കയറുകയാണ്. മാർക്കസ് വീണ്ടും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. പലതവണ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സഹായം അന്വേഷിച്ച് പുറത്തോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ലിസും മാർക്കസും കൂടെ പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോയിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ അവിടെ പോയി കാര്യം പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാന്ന്. അതും പറഞ്ഞിട്ട് അവർ കുറച്ച് കുപ്പി വെള്ളം എടുത്ത് ബാഗും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങും. എന്നാൽ നെയ്നയാണെങ്കിൽ ലിസിന്റെ ഇരിക്കുന്ന കുപ്പി തട്ടിപ്പറിക്കും. എന്റെ ബോയ് ഫ്രണ്ടിനാണ് ഇപ്പം വെള്ളത്തിന്റെ ആവശ്യം, അവന്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മാർക്കസ് വന്നിട്ട് 2 കുപ്പി തട്ടിപ്പറിച്ചിട്ട് ഒരു കുപ്പി മാത്രം നെയ്നയ്ക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും നടന്നാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാടധികം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ കുപ്പി വെള്ളം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ലിസിനെ വിളിച്ച് അവിടെ നടക്കാനായിട്ട് തുടങ്ങും. അവർ പറഞ്ഞത് ശരിയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറെ അധികം വെള്ളം ഫുഡും ഇവരുടെ കാറിന്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ ട്രക്ക് നോക്കാനായിട്ട് വന്നപ്പോൾ ഇവര് ഫുഡോ വെള്ളമോ ഒന്നും എടുത്തില്ലായിരുന്നു. അയാൾ വെടിവെക്കുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ട്രക്ക് എടുത്ത് വരുകയല്ലേ ചെയ്തത്. ഇപ്പൊ ഇവരുടെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, അത് വെച്ച് വേണം സർവൈവ് ചെയ്യാൻ. എന്തായാലും ലിസും അതുപോലെ തന്നെ
മാർക്കസും കൂടെ ആ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ ട്രക്കില് ക്രയാഗും അതുപോലെ തന്നെ നീന ഇരിപ്പുണ്ട്. ക്രയാഗിന് ഒട്ടും വയ്യ, അവനെ ശുശ്രൂഷിച്ചു കൊണ്ടാണ് നീന അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതേ നേരം തന്നെ മാർക്കസും അതുപോലെ തന്നെ ലിസും കൂടെ പുറത്തൂടെ അങ്ങനെ നടന്നു പോവല്ലേ. അപ്പൊ അവള് പറയുന്നുണ്ട് അവർക്ക് ആ വെള്ളം അങ്ങ് കൊടുക്കണ്ടായിരുന്നു, ക്രയാഗിനാണ് ആ വെള്ളം ആവശ്യമുള്ളതെന്ന്. പക്ഷെ ഇത് കേൾക്കുന്ന മാർക്കസിന് ദേഷ്യം വരും. എന്തുകൊണ്ടാ ദേഷ്യം വന്നതെന്നല്ലേ, ഈ മാർക്കസിന് ലിസ് ആണെങ്കിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ക്രയാഗുമായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നെയ്നയോട് മാർക്കസോ അല്ലെങ്കിൽ ഇവരിൽ രണ്ടുപേരും ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചീറ്റ് ചെയ്തവന് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാർക്കസിന് ദേഷ്യമായി. മാർക്കസ് ആണെങ്കിൽ നല്ല ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എന്നാൽ ലിസ് ആണെങ്കിൽ അവന്റെ പിന്നാലെ ചെന്നിട്ട് ചോദിക്കും, നീ എന്റെ അടുത്ത് ക്ഷമിക്കാത്ത എന്താ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നീ ക്ഷമിച്ചിട്ട് അവനോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്, എന്നോട് ക്ഷമിക്കാത്തത് എന്താന്ന് ചോദിച്ച് അവള് കരഞ്ഞു പറയുമ്പോൾ മാർക്കസ് ആണെങ്കിൽ പതിയെ അവളുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവന്റെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറാണ്. എനിക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല, നീ അത്രയും മോശം പ്രവൃത്തിയാണ് ചെയ്തത്, നീ ക്രയാഗുമായിട്ട് എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള വെള്ളം തട്ടിക്കളയാണ്. ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് തട്ടിക്കളഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ നീനെ കാണിക്കുകയാണെങ്കിൽ അവൾ ഇതൊന്നും അറിയാതെ ട്രക്കിന്റെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ട്രക്കിന്റെ പിന്നിലുള്ള കണ്ടെയ്നർ തുറക്കാനായിട്ട് നോക്കും. അതിന്റെ പിന്നിൽ പൂട്ടുണ്ട്, അത് അടിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ് താഴ്ന്നൊരു കല്ലെടുത്തിട്ട്. പക്ഷെ അത് തുറക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. പിന്നീട് അവള് ക്രയാഗിന്റെ അടുത്ത് തിരിച്ചു വരുവാണ്, അവനെ നോക്കുന്നുണ്ട്. നീനയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല ഈ ക്രയാഗും അതുപോലെ തന്നെ ലിസും അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് നീനയാണെങ്കിൽ വീണ്ടും പുറത്തോട്ടിറങ്ങി വന്നിട്ട് ട്രക്കിന്റെ പെട്രോൾ ടാങ്ക് പരിശോധിക്കുകയാണ്. സോറി, ഡീസൽ ടാങ്ക് ആണ്, അത് പരിശോധിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഡീസലൊന്നുമില്ല. ഒരുപാട് നാൾ ഡീസൽ അടിക്കാതിട്ടതുപോലെ തുരുമ്പ് കയറിയിട്ടുണ്ട്. എന്നാൽ അവർ ഓടി വന്നതല്ലേ, അതിനകത്ത് ഡീസൽ കാണണ്ടേ ഇത്തിരിയെങ്കിലും. ഒരംശം പോലും ഡീസൽ അതിനകത്തില്ല. ഇവൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് ട്രക്കിന്റെ ബോണറ്റ് വന്ന് തുറന്നു നോക്കുകയാണ്. ഡീസൽ ഇല്ലാതെ ഇത് എങ്ങനെ ഓടിയെന്ന് അറിയാനായിട്ട് അതിന്റെ എഞ്ചിൻ പരിശോധിക്കും. അതിലൂടെ ചെറിയൊരു പൈപ്പ് പോകുന്നുണ്ട്, ചെറുതല്ല അത്യാവശ്യം വലുതാണ്. ആ പൈപ്പ് അവള് വലിച്ചൂരി നോക്കാണ്. വലിച്ചൂരി നോക്കുമ്പോൾ അതിൽ നിന്ന് എന്തോ ബ്ലഡ് പോലത്തെ ഫ്ലൂയിഡ് വരികയാണ്. പക്ഷെ ബ്ലഡ് ആണോ എന്ന് ചോദിച്ചാൽ അവൾക്ക് അറിയത്തില്ല. അവൾക്ക് വീണ്ടും സംശയം തോന്നിയിട്ട് ആ പൈപ്പ് എങ്ങോട്ടാണ് പോയെന്ന് നോക്കാണ്. അവൾ അങ്ങനെ ആ പൈപ്പിന്റെ പിന്നാലെ വന്ന് അത് കണ്ടെയ്നറിന്റെ പിന്നിലാണ് കൊടുത്തേക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടെയ്നറിന്റെ പിന്നിൽ നിന്ന് എന്തിനാണ് വണ്ടിയുടെ എഞ്ചിനിലോട്ട് പൈപ്പ് കൊടുത്തേക്കുന്നത്? അവൾക്ക് അതൊക്കെ നല്ല സംശയമാവുന്നുണ്ട്. കണ്ടെയ്നർ തുറന്നാലേ അതിനുള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ക്രയാഗ് അങ്ങോട്ട് വരുന്നത്. ക്രയാഗ് പുറത്തോട്ട് വന്നതും അകത്ത് പോയി എണീറ്റ് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീനയാണെങ്കിൽ അവനെ വിളിച്ച് ട്രക്കിന്റെ അകത്തോട്ട് കൊണ്ടുപോവാണ്. ഇതേ നേരം തന്നെ ലിസും അതുപോലെ മാർക്കസും കൂടെ നടന്ന് റോഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവർ ഈ റോഡിൽ നിന്ന് ചെറിയൊരു ഇടവഴി എടുത്തിട്ടാണ് അതിന്റെ അകത്തോട്ട് കയറിപ്പോയത്, അവിടെ ചെന്ന് കുരുങ്ങി നിന്നത്. പക്ഷെ എങ്ങനെ ഇത്രയും സുരക്ഷിതമായിട്ട് അവിടെ ചെന്നെന്ന് അവർക്ക് അറിയത്തില്ല. ഇപ്പൊ അവിടെ വെച്ച് രണ്ടുപേരും വഴക്കാവുന്നുണ്ട്. കാരണം എന്താന്നല്ലേ, ലിസ് പറയുന്നത് നമുക്ക് ഇനിയും കൂടുതൽ നടന്നിട്ട് ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അവിടെ പോയി സഹായം ചോദിക്കാന്നാണ്. എന്നാൽ മാർക്കസ് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി വരും, അവരോട് സഹായം ചോദിക്കാന്നാണ്. എന്നാൽ ലിസിന് അത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. അതുമല്ല അവളുടെ വെള്ളമില്ല, ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ മാർക്കസിന്റെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ് മാർക്കസിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് വെള്ളം ചോദിക്കും. അവനും പാവം തോന്നിയിട്ട് അവളുടെ ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അവൾ ആ ബോട്ടിൽ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മുടെ മാർക്കസിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ ബാഗും കുപ്പിയൊക്കെ എടുത്തിട്ട് അതൊക്കെ വലിച്ചെറിയാണ് അവളോടുള്ള ദേഷ്യം കാരണം. ലിസിനോട് വിളിച്ച് പറയുന്നുണ്ട്, നീ എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പോകുന്നില്ല, നിന്നെ പോകുന്ന വഴിക്ക് തന്നെ കഴുകന്മാർ കൊത്തിയെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്ന് ദൂരോട്ട് പോവാണ്. ഏതെങ്കിലും വീട്ടിൽ പോയി ആ വീട് കണ്ടുപിടിച്ച് അവിടെയുള്ള ആൾക്കാരോട് സഹായം ചോദിക്കാന്ന് വിചാരിച്ചിട്ട്. ഇതേ നേരം തന്നെ നീനയാണെങ്കിൽ നമ്മുടെ ക്രയാഗിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ക്രയാഗിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം പോയിട്ട് അവനാണെങ്കിൽ ബോധമൊന്നുമില്ല. പക്ഷെ അവൾ ഇത്തിരിയായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ വെള്ളം തീരെയാണ്. എന്തായാലും നീനയാണെങ്കിൽ ക്രയാഗിനെ നോക്കി നിൽക്കുന്ന നേരത്ത് പുറത്തോട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയാനായിട്ട് അവൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു എയറോപ്ലെയിൻ പോവാണ്. ഇത് കാണുന്ന നീനയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറെ അധികം തടി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് എങ്ങനെ അത് കത്തിക്കുന്നുണ്ട്. അവളുടെ എന്തോ ലൈറ്റർ വെച്ചിട്ടാണ് അത് കത്തിക്കുന്നത്. പക്ഷെ ആ പ്ലെയിൻ അത് കാണുന്നൊന്നുമില്ല. ഇതേ നേരെ ക്രയാഗ് ആണെങ്കിൽ ബോധമില്ലാതെ ട്രക്കിനുള്ളിൽ കിടക്കുകയാണ്. എന്നാൽ അവന്റെ മനസ്സിലോട്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ വരുന്നുണ്ട്. എന്തോ 3 തലയുള്ള നായയും അതുപോലെ തന്നെ ബ്ലഡും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അത് കണ്ടിട്ട് അവ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഞെട്ടി എണീറ്റതും അവൻ ട്രക്കിന്റെ സൈഡിലായിട്ട് എന്തോ ചെറിയൊരു ദൂരം കാണുന്നുണ്ട്. അതുവഴി അവൻ കൈയിട്ട് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് അവനൊരു ചാവി കിട്ടുകയാണ്. അത് ബാക്കിലത്തെ കണ്ടെയ്നറിന്റെ ചാവിയാണ്. അത് അവന് മനസ്സിലായി. പിന്നെ അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ എവനാണെങ്കിൽ ആ ചാവി എടുത്ത് ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടന്ന് ട്രക്കിന്റെ പിന്നിൽ ചെല്ലുന്നുണ്ട്. അവിടുത്തെ കണ്ടെയ്നർ തുറക്കുകയാണ്. കണ്ടെയ്നർ തുറന്നതും അതിനുള്ളിൽ എന്താണെന്ന് അവൻ അറിയണം. അതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നറിന്റെ ഉള്ളിലോട്ട് കയറിപ്പോവാണ്. ഇവൻ കയറിപ്പോയതും പെട്ടെന്ന് തന്നെ കണ്ടെയ്നർ അങ്ങ് അടയാണ്. ഇവൻ അടച്ചതൊന്നുമല്ല, അത് തന്നെ അങ്ങ് അടഞ്ഞതാണ്. ഇതേ നേരം നെയ്നയാണെങ്കിൽ പുറത്തു നിന്ന് ആ പ്ലെയിനിനെ വിളിക്കാനായിട്ട് നോക്കുകയല്ലേ. പക്ഷേ ആ പ്ലെയിൻ അവളെ കാണുന്നൊന്നുമില്ല. ആ പ്ലെയിൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ ക്രയാഗിനോട് വന്ന് കാര്യം പറയാനായിട്ട് തിരിച്ച്
ട്രക്കിൽ വന്ന് നോക്കുമ്പോൾ ക്രയാഗിനെ കാണാനായിട്ടില്ല. ഇവളാകെ ടെൻഷനായി പോകും. ക്രയാഗ് എവിടെ പോയി? അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേ നേരം മാർക്കസിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ റോഡിൽ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ ഇതുവരെ ഒരു വണ്ടി പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള വെള്ളമൊക്കെ അവൻ കുടിച്ചു തീർക്കുകയാണ്. അത്രയും ദാഹിച്ചിട്ടുണ്ട്. ഇനി വെള്ളമില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ ആ കുപ്പി എടുത്തിട്ട് അവന്റെ മൂത്രം അതിൽ കളക്ട് ചെയ്യാണ്. അവന് മൂത്രം ഒഴിക്കാൻ വിട്ടിയത് കൊണ്ട് തന്നെ ആ മൂത്രം ഒഴിച്ച് കളയണമല്ലോ. പക്ഷെ ആ മൂത്രം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുപ്പിയിൽ മൂത്രം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ മൂത്രം എടുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവനത് തുപ്പിക്കളയുന്നുണ്ട്. എന്നിട്ടും അവൻ കുറെ നേരം അവിടെ നിൽക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രാന്തം മനുഷ്യനാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ ഓടി ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ ചെറിയ കുറ്റിക്കാടൊക്കെ ഉണ്ട്. അതുവഴിയൊക്കെ ഓടി ഒരു പാലത്തിന്റെ അടുത്ത് വരികയാണ്. ഇനി കൂടുതലൊന്നും ഓടാനായിട്ട് പറ്റത്തില്ല. അങ്ങേരെ അവനെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ പാലത്തിന്റെ അടിയിൽ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം ലിസിനെ കാണിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മാർക്കസിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. നേരത്തെ വഴക്കിട്ട് പോയില്ലേ, അവളാണെങ്കിൽ ആ ഒരു മരുഭൂമിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തായിട്ട് വീട് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് സന്തോഷമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു പഴയ വീടാണ്. ആൾ താമസമൊന്നുമില്ല. പക്ഷേ അവൾ അതിന്റെ അകത്തോട്ട് കയറിപ്പോവും. അകത്ത് കയറിപ്പോകുമ്പോഴും ഒന്നും ഇല്ല അവിടെ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചൊരു സ്ഥലത്തിരിക്കുമ്പോൾ അവൾ അവിടെ ആയിട്ട് ടിൻ ഫുഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ടിൻ എടുത്തിട്ട് അവൾ കുത്തി തുറന്ന് അത് കുടിക്കാനായിട്ട് തുടങ്ങും. എന്തോ ബ്ലഡിന്റെ കളറുള്ള, ചുമന്ന കളറുള്ള എന്തോ ഒരു സംഭവമാണ്. പക്ഷെ ബ്ലഡ് ആയിട്ടൊന്നും അവൾക്ക് തോന്നുന്നില്ല. വിശപ്പ് പറഞ്ഞാൽ അതങ്ങ് കുടിക്കുകയാണ്. അവൾ അത് കുടിച്ചിട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ബൂട്ട് കാണാം. ഒരു മനുഷ്യന്റെ വലിയ ഷൂ. പതിയെ അതങ്ങ് നോക്കുകയാണ്. അങ്ങനെ അതിനകത്തൊരു തുണി ഉണ്ടായിരുന്നു. ആ തുണി എടുത്ത് മാറ്റിയിട്ട് അത് നോക്കുമ്പോൾ അതിലൊരു മനുഷ്യന്റെ കാല് പകുതിയായിട്ട് ഇരിപ്പുണ്ട്. ആരോ വെട്ടിയെടുത്തതുപോലെ. ഇത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പക്ഷി അകത്തോട്ട് പറന്ന് കയറിയിട്ട് അവളെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങും. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടുകയാണ്. ഇതേ നേരം തന്നെ മാർക്കസിനെ കാണിക്കുകയാണെങ്കിൽ, മാർക്കസ് ഇരിക്കുന്ന പാലത്തിന്റെ മുകളിൽ മറ്റേ ആ പ്രാന്തൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവരെ കൊല്ലാൻ ഓട്ടിക്കുന്ന ആ മനുഷ്യനില്ലേ, അങ്ങേര് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങേര് വന്നിട്ട് മാർക്കസിനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് മാർക്കസിനോട് പുറത്തോട്ടിറങ്ങി വരാനായിട്ട് പറയും. അതും തോക്ക് കാണിച്ചിട്ട്. മാർക്കസ് ആകെ പേടിച്ചിട്ടാണെങ്കിൽ ആ പാലത്തിന്റെ അടിയിൽ നിന്ന് പുറത്തോട്ട് വരും. ഇങ്ങേര് തോക്ക് കാണിച്ചിട്ട് മാർക്കസിനോട് ചോദിക്കും, അങ്ങേരുടെ ട്രക്ക് ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തെന്ന്. അതിനർത്ഥം ഇയാളാണ് ട്രക്ക് ഡ്രൈവർ. പക്ഷെ മാർക്കസ് പറയും, എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങളുടെ ട്രക്കൊന്നും എടുത്തിട്ടില്ല എന്ന്. ഇയാളാണെങ്കിൽ മാർക്കസുമായിട്ട് പിടിവലി കൂടാനായിട്ട് തുടങ്ങും. മാർക്കസ് തോക്ക് തട്ടിപ്പറിക്കാനായിട്ട് നോക്കുമെങ്കിലും നടക്കത്തില്ല. ലാസ്റ്റ് ഇയാൾ മാർക്കസിനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ തലയിൽ തോക്ക് ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ കേൾപ്പിക്കുന്നത് തോക്ക് പൊട്ടുന്ന ശബ്ദം മാത്രമാണ്. പക്ഷെ ആർക്കാണ് എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതേ നേരം തന്നെ ആ ട്രക്ക് കാണിക്കുകയാണെങ്കിൽ അതിന്റെ കണ്ടെയ്നർ തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് ക്രയാഗ് പുറത്തോട്ടിറങ്ങി വരികയാണ്. അവനിപ്പോ പുതിയ എന്തോ ശക്തി കിട്ടിയതുപോലെയാണ് അവൻ പുറത്തോട്ടിറങ്ങി വരുന്നത്. അവൻ പുറത്തോട്ടിറങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അവന്റെ വയ്യാത്ത കൈ അവ അനക്കാണ്. ഇപ്പൊ അവന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല. അത് ശരിയായിട്ടുണ്ട്. എങ്ങനെ ശരിയായെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അത് ശരിയായിട്ടുണ്ട്. ഇതേ നേരം നെയ്നെയാണെങ്കിൽ ക്രയാഗിനെ അന്വേഷിച്ച് അവിടെ എല്ലാം അങ്ങനെ നടപ്പുണ്ട്. പക്ഷെ അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്നായിരിക്കും ട്രക്ക് സ്റ്റാർട്ട് ആവുന്ന ശബ്ദം അവളെ കേൾക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ട്രക്കിന്റെ അടുത്തോട്ട് ഓടി വരും. ട്രക്കിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ലിസ്സാണ്. ലിസ് നേരത്തെ പേടിച്ച് ഓടി വന്ന് ട്രക്കിൽ കയറി ട്രക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ ട്രക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ലിസ് പറയും. എന്നാൽ നീനയാണെങ്കിൽ സമ്മതിക്കത്തില്ല. കാരണം ക്രയാഗും ഇല്ല, മാർക്കസും ഇല്ല. രണ്ടിനെയും കാണാനില്ല. മാർക്കസ് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ലിസിന് അറിയത്തുമില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്. പക്ഷെ മാർക്കസ് വന്നിട്ടില്ല. രണ്ടുപേരും വഴക്കായതാണ്. ഇപ്പൊ നീനയാണെങ്കിൽ ഞാൻ ക്രയാഗിനെ കണ്ടുപിടിച്ചിട്ടേ വരത്തോളെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. എങ്ങനെയും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ തിരിച്ച് ട്രക്കിൽ വന്ന് കയറുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറയും. പക്ഷേ ഈ ട്രക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള പരിപാടിയല്ല. കാരണം ഇത് നല്ല നീട്ടമുള്ള ട്രക്കാണ്. 2 കണ്ടെയ്നറും ഉണ്ട്. എങ്ങനെ ഇതിനെ റിവേഴ്സ് എടുത്ത് പോകാൻ പറ്റും? റിവേഴ്സ് എടുത്ത് പോകാനായിട്ടൊന്നും പറ്റത്തില്ല. എന്നാൽ ഇവര് റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരിക്കും ഇവര് അവിടുത്തെ കണ്ണാടി നോക്കുമ്പോൾ, അതായത് ട്രക്കിന്റെ കണ്ണാടി നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇവരുടെ അടുത്തോട്ട് ഓടി വരുന്നത്. അത് ഇവരുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് ഇവരെ വലിച്ച് ട്രക്കിന്റെ പുറത്തോട്ട് ഇടുകയാണ്. അത് മറ്റാരുമല്ല, മാർക്കസ് ആണ്. നേരത്തെ നടന്ന പിടിവലിയിൽ അവൻ ട്രക്ക് ഡ്രൈവറിനെ കൊന്നു. എന്നിട്ട് അങ്ങേരുടെ തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരുടെ നേരെ വന്ന് ചൂണ്ടാണ്. അവനിപ്പോ ഒരു പ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. ഒരു മനുഷ്യനെ കൊന്നത് കൊണ്ട് തന്നെ അതിന്റെ ഷോക്കിൽ പെരുമാറുന്നതാണ്. അതുപോലെ തന്നെ അവന് നല്ല ദേഷ്യമുണ്ട് ലിസിനോട്. അതുകൊണ്ട് തന്നെ ലിസിന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് അവളെ കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കൊല്ലുന്നില്ല. അവന്റെ മനസ്സ് മാറാണ്. ഇതിനെല്ലാം കാരണം ഈ ട്രക്കാന്ന് പറഞ്ഞിട്ട് അവൻ ട്രക്കിന്റെ അടുത്ത് ചെല്ലും. ട്രക്കിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ നെയ്നെയാണെങ്കിൽ താഴ്ന്നൊരു സ്പാനർ എടുത്തിട്ട് അവന്റെ തല നോക്കി ഒറ്റ അടിയാണ്. അവനെ അവിടെ അടിച്ച് ബോധം കെടുത്തിയിടുന്നുണ്ട്. ഈ ട്രക്ക് വെടിവെച്ച് നശിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ആകെ ഉള്ള വഴി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നെയ്ന അങ്ങനെ ചെയ്തത്. ഇപ്പൊ ഇത് കാണുന്ന ലിസ് ആണെങ്കിൽ മാർക്കസിന്റെ അടുത്ത് ചെന്നിരുന്ന് കരയാനായിട്ട് തുടങ്ങും. നെയ്ന അടുത്ത് വരുമ്പോൾ ലിസ് ആണെങ്കിൽ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങാണ്. പക്ഷെ നെയ്ന പറയും, നീ പേടിക്കണ്ട, അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവന്റെ സ്വഭാവം എപ്പം മാറുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവന്റെ ബോഡി എടുത്തേന്ന് പറഞ്ഞിട്ട് ലിസിനെ സമാധാനിപ്പിച്ച് അവന്റെ ബോഡി എടുത്തുകൊണ്ട് പോയി ട്രക്കിന്റെ
അവന്റെ ബാക്കിലുള്ള കണ്ടെയ്നറിന്റെ അടിയിൽ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ കെട്ടിവെക്കും. തെറിച്ചു പോകാനായിട്ട് പാടില്ല. അതുപോലെ അവരുടെ കൂടെ വെക്കുവാണെങ്കിൽ ഇവൻ ചിലപ്പോൾ ബോധത്തിലോട്ട് വന്നിട്ട് അവരെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് പെൺപിള്ളാരോട് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന്റെ അടുത്ത് ആ തോക്കില്ലേ, അത് നെയിനെ എടുത്തോണ്ട് വന്നിട്ട് ട്രക്കിന്റെ അകത്തുള്ള ഒരു ബോക്സിൽ വെക്കുന്നുണ്ട്. അതുപോലെ ലിസ് കൂടെ വന്ന് ട്രക്കിൽ കയറിയിട്ട് രണ്ടുപേരും കൂടെ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇത് റിവേഴ്സിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ട്രക്കിന്റെ പുറത്തുള്ള നമ്മുടെ മാർക്കസിന് ബോധം വന്നിട്ടുണ്ട്. അങ്ങോട്ട് നമ്മുടെ ക്രയാഗ് വരികയാണ്. ക്രയാഗ് വന്നിട്ട് എന്താ പറ്റിയേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, ആ രണ്ട് പെൺപിള്ളാരും നിന്നെ ചതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കസ് പറയും അതെ ചതിച്ചു, ഈ പെൺപിള്ളാരെ വിശ്വസിക്കാനായിട്ട് കൊള്ളത്തില്ല, എന്നെ അഴിച്ചുവിടുമെന്ന് പറയുമ്പോൾ ക്രയാഗ് ആണെങ്കിൽ അവനെ അഴിച്ചുവിടാനായിട്ട് തുടങ്ങും. എന്നിട്ട് ക്രയാഗ് ആണെങ്കിലും മാർക്കസിനോട് എനിക്ക് ഒറ്റ കൈ വയ്യെങ്കിലും നീ ആയിട്ട് ഒരു കൈ വെച്ച് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമെന്ന് പറയും. ഇവന്മാരെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടി കൂടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഈ ക്രയാഗ് ആണെങ്കിലും മാർക്കസിന്റെ മുഖം നോക്കി ഒറ്റ തട്ടാണ്. മാർക്കസ് ആ നേരം താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് ക്രയാഗ് മാർക്കസിനെ പിടിച്ചിട്ട് ഈ ട്രക്കിന്റെ ടയറിന്റെ അടിയിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഈ നേരം ആ രണ്ട് പെമ്പിളാര് ട്രക്ക് പിന്നിലോട്ട് എടുക്കുകയല്ലേ. മാർക്കസ് നിലവിളിച്ച് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. പക്ഷേ ക്രയാഗ് ആണെങ്കിൽ എനിക്ക് നിന്റെ പെണ്ണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ തല ആ ട്രക്കിന്റെ ടയറിനകത്ത് വെച്ച് പിടിച്ചു കൊടുക്കുകയാണ്. ട്രക്ക് കയറിയിട്ട് അവന്റെ തല പൊട്ടി ചിതറി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ രണ്ട് പെമ്പിള്ളാരാണെങ്കിൽ ട്രക്ക് പിന്നിലോട്ട് എടുത്തിട്ട് അത് നല്ല രീതിക്കൊന്നും പിന്നിലോട്ട് പോകുന്നില്ല. കാരണം ഒരുപാടധികം കണ്ടെയ്നർ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നീനയാണെങ്കിൽ സൈഡ് പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രക്കിന്റെ പിന്നിലോട്ട് ഇറങ്ങി നടന്നു വരും. നടന്നു വന്ന് നോക്കുമ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ മാർക്കസിന്റെ ബോഡി കിടപ്പുണ്ട്. അവന്റെ തല തകർന്നിട്ട് ചിഹ്നം പിന്നെ ആയി പോയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നീനയാണെങ്കിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ആ നിലവിളി കേട്ടിട്ട് ലിസ് ആണെങ്കിൽ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ലിസിന് നീനയോടാണ് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നത്. കാരണം നീനയാണല്ലോ ട്രക്കിന്റെ പിന്നിലായിട്ട് കെട്ടിവെക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ ക്രയാഗ് ആണ് ഇത് ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. ട്രക്ക് പിന്നിലോട്ട് എടുത്തപ്പോൾ മാർക്കസ് മറിഞ്ഞു വീണെന്നാണ് ഇവർ വിചാരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്രയാഗ് ആണെങ്കിൽ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഈ രണ്ട് പെമ്പിള്ളാരും കൂടെ മാർക്കസിന്റെ ബോഡി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ട്രക്കിന്റെ പിന്നിൽ വീണ്ടും വെക്കുകയാണ്. കണ്ടെയ്നറിന്റെ അടിയിൽ ചെറിയൊരു സ്ട്രക്ചർ ഇല്ലേ, അതിന്റെ പിന്നിലായിട്ട് വീണ്ടും വെക്കുന്നുണ്ട്. എന്നിട്ട് നീനയാണെങ്കിൽ പോയി ട്രക്ക് എടുക്കും. ട്രക്ക് പിന്നിലോട്ട് എടുക്കുന്ന നേരത്ത് ലിസ് ആണെങ്കിൽ സൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ലിസിനാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നേരത്തെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന ചെറിയൊരു ടിൻ ഫുഡ് ഉണ്ടായിരുന്നു. അത് നീന അറിയാതെ ഒരു സൈഡിൽ ഒളിച്ചിരുന്ന് തിന്നാണ്. നീന കൂടെ അറിയുവാണെങ്കിൽ നീനയ്ക്ക് കൂടെ കൊടുക്കേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് നീന അറിയാതിരുന്ന് കഴിക്കുകയാണ്. ഇപ്പൊ അവൾ ഇതായിരുന്നു കഴിക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ക്രയാഗ് വരുന്നുണ്ട്. ക്രയാഗ് വന്നിട്ട് നീനനെ നോക്കുമ്പോൾ നീന എന്താ വിചാരിക്കുക, ഈ ഫുഡിന് വേണ്ടിയിട്ടാണ് ക്രയാഗ് അവളെ നോക്കുന്നതെന്നാണ്. ഫുഡ് കൊടുക്കുമ്പോൾ അവൻ വാങ്ങത്തില്ല. പതിയെ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് തുടങ്ങും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ മാർക്കസിന് നിന്നെ വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്ന ലിസ് ആണെങ്കിൽ കൺവിൻസ് ആവുന്നുണ്ട്. അതായത് ക്രയാഗിനെ അവള് വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ക്രയാഗ് അവന്റെ ഇരിക്കുന്ന താക്കോലെടുത്ത് അവളെ കാണിക്കും. നമുക്ക് നീനെ വിളിക്കണ്ട, ഈ കണ്ടെയ്നറിന്റെ പിന്നിലായിട്ട് ഒരുപാടധികം ഫുഡ് ഉണ്ട്, അത് നമുക്ക് രണ്ടുപേർ കൂടെ എടുക്കാം, നീനെ വിളിക്കണ്ട, നീനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലിസ് ആണെങ്കിൽ അവനെ വിശ്വസിക്കുന്നുണ്ട്. അതായത് കണ്ടെയ്നറിന്റെ പിറകിൽ ചെന്ന് കയറാന്നാണ് അവൻ പറയുന്നത്. ലിസ് പിന്നാലെ വരാമെന്നും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ നീനയാണെങ്കിൽ ട്രക്കിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. കാരണം ട്രക്ക് പിന്നിലോട്ട് എടുത്തിട്ട് വരുന്നതുമില്ല, അതുപോലെ തന്നെ ലിസിനെ കാണാനായിട്ടില്ല. അങ്ങനെ ട്രക്കിന്റെ പിന്നിൽ വന്ന് നോക്കുമ്പോൾ ലിസ് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മാർക്കസിന്റെ ബോഡി അവിടെ കാണാനായിട്ടില്ല. നീന ലിസിനോട് ചോദിക്കുമ്പോൾ ഏത് ബോഡി, മാർക്കസിന്റെ ബോഡിയോ, അതിന് നമ്മൾ മാർക്കസിന്റെ ബോഡി ഒന്നും എടുത്തു വെച്ചില്ലല്ലോ എന്ന് കള്ളം പറയും. നീനയ്ക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവള് വിചാരിക്കും ചിലപ്പോൾ ഈ ഒരു മരുഭൂമിയിൽ പെട്ടിട്ട് തോന്നിയതാവുമെന്ന് വിചാരിച്ചിട്ട് നീന വീണ്ടും ട്രക്കിൽ പോവാണ്. ട്രക്ക് പോയി എടുക്കുകയാണ്. ഇതേ നേരം തന്നെ ലിസ് ആണെങ്കിൽ ട്രക്കിന്റെ പിന്നിൽ വരുമ്പോൾ അവിടെ തന്നെ ക്രയാഗ് നിൽപ്പുണ്ട്. ക്രയാഗ് ആണെങ്കിൽ ലിസിനെ അടുത്തോട്ട് വിളിക്കും. എന്നിട്ട് അവളോട് നല്ല രീതിയിൽ സ്നേഹത്തിൽ പെരുമാറുകയാണ്. അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. പതിയെ കണ്ടെയ്നർ തുറന്നിട്ട് ലിസിനെയും കൊണ്ട് അകത്തോട്ട് കയറി പോകാനായിട്ട് തുടങ്ങും. ലിസും ഇതെല്ലാം വിശ്വസിച്ച് അവന്റെ പിന്നാലെ അങ്ങനെ ചെല്ലുന്നുണ്ട്. ഇവൻ ഏറ്റവും വലിയ ചതിയനാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഇതേ നേരം തന്നെ ഇതൊന്നും അറിയാതെ നീനയാണെങ്കിൽ ട്രക്ക് പിന്നിലോട്ട് എടുത്തിട്ട് പോവാത്തത് കൊണ്ട് തന്നെ ട്രക്കിന്റെ അകത്ത് ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. പെട്ടെന്നായിരിക്കും നീന ലിസിന്റെ നിലവിളി കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവള് ട്രക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ട്രക്കിന്റെ പിന്നിൽ ചെന്ന് നോക്കും. അവിടെ ചെല്ലുമ്പോൾ ക്രയാഗ് അവിടെ നിൽപ്പുണ്ട്. ഇത്രയും നേരമായിട്ട് അവള് ക്രയാഗിനെ കണ്ടിട്ടില്ലായിരുന്നു. നീ ഇത്രയും നേരം എവിടെ പോയത്, നീ മരിച്ചു പോയെന്നാ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ചെല്ലും. അതുപോലെ തന്നെ അവന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ കൈ എങ്ങനെയാ ശരിയായത്, എല്ല് പൊട്ടിയതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എന്റെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ആദ്യം കണ്ടപ്പോൾ അത് ഭയങ്കര മുറിവാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് വലിയ മുറിവൊന്നും അല്ലായിരുന്നു, നീ എന്റെ കൂടെ വാ, ഞാൻ കണ്ടെയ്നർ തുറന്നിട്ടുണ്ട്, അതിന്റെ പിന്നിൽ ഒരുപാടധികം ആഹാരമുണ്ട്, വായോ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് ട്രക്കിന്റെ പിന്നാലെ ചെല്ലും. ക്രയാഗിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ നീന, അതുകൊണ്ട് തന്നെ നീനയ്ക്ക് നമ്മുടെ ക്രയാഗിന് ഒരുപാടധികം വിശ്വാസമുണ്ട്. ഇപ്പൊ അവളെ വിളിച്ച് ട്രക്കിന്റെ പിന്നിൽ വന്നിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അവളെയും വിളിച്ച് ട്രക്കിന്റെ ആ ഒരു കണ്ടെയ്നറിന്റെ അകത്തോട്ട് കയറിപ്പോകാനായിട്ട് തുടങ്ങും. പക്ഷേ കയറിപ്പോകാൻ നേരത്തായിരിക്കും ലിസിന്റെ നിലവിളി അവൾ കേൾക്കുന്നത്. അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഈ ഒരു ക്രയാഗിനെ അവൾ തള്ളി കണ്ടെയ്നറിന്റെ അകത്ത് ഇടുകയാണ്. എന്നിട്ട് കണ്ടെയ്നർ അങ്ങ് പൂട്ടി വയ്ക്കും. പക്ഷെ പൂട്ടാനായിട്ട് നോക്കുമ്പോൾ ക്രയാഗ് ആണെങ്കിൽ കൈ വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ആ കയ്യിൽ കടിക്കാനായിട്ട് തുടങ്ങും. അവൻ കൈ വലിക്കുന്ന നേരത്ത് കണ്ടെയ്നർ അങ്ങ് അടച്ചിട്ട് അത് പൂട്ടുകയാണ്. എന്നിട്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഓടി
ഓടി ട്രക്കിന്റെ അകത്ത് വരും. ട്രക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് ട്രക്ക് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്രാവശ്യം ട്രക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നേരത്തെ ഒരുപാട് വട്ടം സ്റ്റാർട്ടായിരുന്നു, എന്നാലും ഇങ്ങനെ ഒരു സ്ഥിതിയിൽ അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. പിന്നീട് അവളാണെങ്കിൽ ആ ട്രക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് നിൽക്കുന്നില്ല, പകരം മുമ്പോട്ട് അങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഓടിച്ചു വലിയൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ഈ ട്രക്ക് തിരിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഇത് വട്ടത്തിൽ ചുറ്റി അത് തിരിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരികയാണ്. അവൾ തിരിച്ച് ഓടിച്ച് അത് റോഡിൽ കൊണ്ട് ചെല്ലുന്നുണ്ട്. അവൾ ആദ്യമേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഇവർക്കാർക്കും അത്രയും ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അവരത് കണ്ടുപിടിച്ചത്. ഇപ്പൊ ട്രക്ക് ഓടിച്ച് റോഡിന്റെ അവിടെ വരുമ്പോൾ അവളാണെങ്കിൽ ട്രക്ക് ഒരു സ്ഥലത്ത് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ക്രാഗ് വിളിച്ചു പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ, എന്നെ തുറന്നു വിടുമെന്ന്. പക്ഷെ ആദ്യമൊക്കെ അവൻ നല്ല രീതിയിൽ സംസാരിച്ചെങ്കിലും പിന്നീട് അവളോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീന തുറന്നു വിടുന്നില്ല. അവൾക്ക് ചെറുതായിട്ടൊന്നും മനസ്സ് വന്നതായിരുന്നു. ഇനി അവളുടെ തോന്നലിന്റെ പുറത്താണെങ്കിലും അവനെ പൂട്ടിയിട്ടത്. അതുകൊണ്ട് തന്നെ തുറന്നു വിടാൻ പോയപ്പോഴാണ് അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നത്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് തുറന്നു വിടുന്നില്ല. ഇപ്പൊ നീനയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയമുണ്ട്. ഈ രണ്ടാമത്തെ കണ്ടെയ്നറിൽ എന്താണെന്ന് അവൾക്ക് അറിയണം. അതുകൊണ്ട് തന്നെ അവൾ രണ്ടാമത്തെ കണ്ടെയ്നർ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി ചെല്ലും. മൊത്തത്തിൽ ഇരുട്ടാണ്, എന്നാലും ഉള്ള കാഴ്ച വെച്ചൊക്കെ കയറി ചെല്ലുന്നുണ്ട്. കയറി ചെന്ന് നോക്കുമ്പോൾ അത് കണ്ടവള് ഞെട്ടിപ്പോവാണ്. അതൊരു അറവുശാലയാണ്. അതായത് ഈ മനുഷ്യനെ കറക്കുന്ന ഒരു ശാലയാണ്. ഒരുപാടധികം ബ്ലഡും അവയവങ്ങളും പല മനുഷ്യന്മാരുടെ ഡ്രസ്സും രക്തവും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ ഒരു മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ അവള് നോക്കുമ്പോൾ അവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ മാർക്കസിന്റെ ബോഡി എടുത്തിട്ടിട്ടുണ്ട്. ആ ബോഡി അരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ബ്ലഡും അതുപോലെ തന്നെ മാംസവും ഒക്കെ അരഞ്ഞിട്ട് ഈ വണ്ടിയുടെ എഞ്ചിനിലോട്ട് പോയിക്കാണ്. നേരത്തെ ഒരു പൈപ്പ് ഇട്ട് വണ്ടിയുടെ എഞ്ചിനിലോട്ട് കൊടുത്തില്ലേ, അത് മറ്റൊന്നുമല്ല മനുഷ്യരക്തം തന്നെയാണ്. മനുഷ്യരക്തവും അതുപോലെ തന്നെ മനുഷ്യന്റെ വേസ്റ്റും വെച്ചാണ് ഈ ട്രക്ക് ഓടുന്നത്. ഇതറിയുമ്പോൾ നീന ആകെ തകർന്നു പോവാണ്. എങ്ങനെ ഈ ട്രക്ക് ഓടുന്നുണ്ടെന്ന് അവൾക്ക് അറിയത്തില്ല. മനുഷ്യരക്തമൊക്കെ വെച്ചൊരു ട്രക്ക് ഓടുമോ? അതുപോലെ തന്നെ മാർക്കസിന്റെ ബോഡി ഇവിടെ എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് സംശയം കാണത്തില്ലേ? നേരത്തെ ലിസും അതുപോലെ തന്നെ ക്രാഗും കൂടെ അവന്റെ ബോഡി എടുത്ത് പിന്നിലോട്ട് മാറ്റിയതാണ്. അല്ലാതെ നീനയ്ക്ക് തോന്നിയതൊന്നും അല്ല മാർക്കസിനെ അവർ കൊന്നെന്ന്. ഇപ്പൊ ഇത് കണ്ട് പേടിച്ചിട്ട് നീനയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓടി ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രക്ക് ഓടുന്നതാവട്ടെ രക്തത്തിലാണ്. എന്തായാലും അത് എടുത്തിട്ട് അവള് പോകാനായിട്ട് തുടങ്ങും. പോകുന്ന വഴിക്ക് അവള് മുമ്പിലായിട്ട് ഒരു കാറ് കാണുന്നുണ്ട്. അതിലെന്തായാലും മനുഷ്യർ കാണും. അവരുടെ കൂടെ അവൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റും. എന്നാൽ പെട്ടെന്നായിരിക്കും ട്രക്കിന്റെ പിന്നിലൂടെ ക്രാഗും അതുപോലെ തന്നെ ലിസും കൂടെ വരുന്നത്. രണ്ടുപേരുടെ സ്വഭാവത്തിലും ഒരുപാടധികം വ്യത്യാസം വന്നിട്ടുണ്ട്. സാധാരണ മനുഷ്യരെ പോലെയല്ല അവർ പെരുമാറുന്നത്. ചിലപ്പോൾ ഈ ട്രക്കിന്റെ പിന്നിലുള്ള ട്രെയിലറിൽ കയറിയതിനു ശേഷമായിരിക്കാം ഇവർക്ക് ഇത് സംഭവിച്ചത്. എന്തായാലും ശാപമുള്ള ട്രക്കായിരിക്കാം. ട്രക്കിന് രക്തം കുടിക്കാനായിട്ട് ചിലപ്പോൾ ഈ മനുഷ്യരെ വശീകരിച്ചെടുക്കുന്നതാവാം. ഇപ്പൊ ക്രയാഗും അതുപോലെ തന്നെ ലിസും കൂടെ വന്നിട്ട് നമ്മുടെ നീനെ പിടിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ക്രയാഗ് ആണെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഈ ട്രക്ക് കൊണ്ടുവച്ച് കാറിൽ ഇടിക്കാനായിട്ട് നോക്കുകയാണ്. നീന പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഒരു ലിസൂടെ കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ താടുന്നൊരു സ്പാനർ നീനയ്ക്ക് കിട്ടുന്നുണ്ട്. ആ സ്പാനർ വെച്ച് ലിസിന് ഒറ്റ അടിയാണ് തല നോക്കി. അവളുടെ ബോധം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോവാണ്. വീണ്ടും ക്രയാഗുമായിട്ട് പിടിവലി നടത്തുകയാണ്. എന്നിട്ടും കാര്യമില്ല. ഈ ക്രയാഗ് ആണെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിച്ച് മുമ്പിൽ പോണ കാറിൽ കൊണ്ടുവച്ച് ഇടിയും. അതിന്റെ പിന്നിലായിട്ട് ആ കാറിന്റെ പിന്നിലായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു കാരവാൻ പോലെ അതൊക്കെ ഇടിച്ച് തകർത്ത് കാറിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ ട്രക്ക് അങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇന്നേരം ലിസിന് ബോധം വന്നിട്ടുണ്ട്. ലിസ് ആണെങ്കിൽ നീനെ വീണ്ടും പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നീനയാണെങ്കിൽ അവളെ തള്ളി ട്രക്കിന്റെ പുറത്തോട്ടിടും. അവള് തലയടിച്ച് താഴെ പോയി വീഴുന്നുണ്ട്. അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോവാണ്. ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം, അറിയില്ല എന്താ സംഭവം. എന്തായാലും ഇതെല്ലാം കൂടെ ആയതും നമ്മുടെ നീനയുടെ ബോധം പോകുന്നുണ്ട്. കുറെ കഴിയുമ്പോഴായിരിക്കും നീനയ്ക്ക് ബോധം വരുന്നത്. അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവളുടെ മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഗിനെ ഒന്നും കാണാനില്ല. ട്രക്കിൽ ആരുമില്ല. ഇപ്പൊ നീനയ്ക്ക് ബോധം വരുമ്പോൾ അവളാണെങ്കിൽ താഴെ നിന്ന് ആ ഒരു പെട്ടിയിൽ നിന്ന് തോക്കെടുക്കുന്നുണ്ട്. ആ തോക്കൊരു ബാഗിലാക്കുകയാണ്. ആ ബാഗ് എടുത്തിട്ടാണ് അവൾ പുറത്തോട്ടിറങ്ങി നടന്നു പോകുന്നത്. എന്നാൽ ഒരു സൈഡിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ലിസിന്റെ ബോഡി വലിച്ചെടുത്തുകൊണ്ട് ക്രാഗ് ട്രെയിലറിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അതായത് പിന്നിലായിട്ട് ചെറിയൊരു ബോഗി ഇല്ലേ, ചെറിയൊരു കണ്ടെയ്നർ ഇല്ലേ, അതിനകത്തോട്ട് വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് നീനെ പേടിച്ച് ഓടാനായിട്ട് നിൽക്കുമ്പോൾ ക്രാഗ് ആണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കും. നീ പേടിക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ട്രക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ പെട്രോൾ ഒഴിക്കണ്ട, എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. ഓരോ മനുഷ്യരെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല സുഖമായിട്ട് ഇനിയുള്ള ജീവിതകാലം മൊത്തം ഒരുമിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ നീനെ കൺവിൻസ് ആവുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ലിസിന്റെ ബോഡി ആ ഒരു കണ്ടെയ്നറിന്റെ മുകളിലോട്ട് എടുത്തു വെക്കാനായിട്ട് നീനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ക്രയാഗ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറിയതും അവള് കണ്ടെയ്നർ അടച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമെങ്കിലും അതിൽ പൂട്ടൊന്നുമില്ല, നടക്കുന്നില്ല. ഇവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ക്രയാഗ് ആണെങ്കിൽ അവളുടെ പിന്നാലെ വന്നിട്ട് അവളുടെ തല പിടിച്ച് കണ്ടെയ്നറിനകത്ത് ഒറ്റയിടിയാണ്. കുറച്ചു നേരത്തേക്ക് നമ്മുടെ നീനയുടെ ബോധം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെയും തൂക്കിയെടുത്ത് ക്രയാഗ് ആണെങ്കിൽ കണ്ടെയ്നറിന്റെ ഉള്ളിലോട്ട് വരും. ആ അറവുശാലയിൽ ഇട്ട് അവളെ അറുക്കാനായിട്ടാണ്. പക്ഷെ അവളാണെങ്കിൽ ക്രയാഗിനെ നോക്കിയിട്ട് അവന്റെ കാലിന്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കുത്തിക്കൊടുക്കും. അത് അവന് നല്ല രീതിക്ക് വേദനിച്ചു. അവൻ അവളെ പിടിവിടുന്ന നേരത്ത് അവളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെയ്നറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ടെയ്നർ അടച്ചിട്ട് അവിടെ ഓടാനായിട്ട് തുടങ്ങും. പക്ഷേ കണ്ടെയ്നർ പൂട്ടാനായിട്ടൊന്നും പറ്റിയില്ല. അവൾ അവിടെ ഓടി തൊട്ടടുത്തുള്ള കാട്ടിലോട്ട് അങ്ങനെ പോവാണ്. പക്ഷെ അവളുടെ പിന്നാലെ തന്നെ ക്രയാഗം വരുന്നുണ്ട്. ഇവൾ എങ്ങനെയൊക്കെ
പതുക്കെ ഓടി കാടിനുള്ളിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രയാഗ് വന്ന് അവളെ പിടിക്കുകയാണ്. അവള് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ക്രയാഗ് പിടിച്ചു. അതുപോലെ തന്നെ ആദ്യമേ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവളൊരു ബാഗ് എടുത്തായിരുന്നു. ആ ബാഗും അവളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ക്രയാഗ് പിടിക്കുന്ന നേരത്ത് അവൾ ആ ബാഗിൽ നിന്ന് ഒരു തോക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രയാഗിനെ നേരെ കാണിക്കുമ്പോൾ അവൻ ചാടി വീണ് അവളെ ആക്രമിക്കുകയാണ്. വീണ്ടും അവനെ തട്ടി മാറ്റിയിട്ട് ആ തോക്കെടുത്ത് അവന്റെ നേരെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ പതിയെ പതിയെ നീനയുടെ അടുത്ത് വരും. ഇവൾക്ക് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കാരണം അത്രയധികം അവനെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാൽ അവൻ അടുത്ത് വന്നതും ഇവളാണെങ്കിൽ ഷൂട്ട് ചെയ്യും, ഇനി ഒന്നും നോക്കത്തില്ല. പക്ഷെ ഈ ഷൂട്ട് ചെയ്തിട്ടും അവൻ അവളോട് ഐ ലവ് യു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യവും. വീണ്ടും പലതവണയായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ടിൽ അവൻ മരണപ്പെട്ട് താഴെ വീഴാണ്. പലതവണയായിട്ട് ഷൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് മരണപ്പെട്ടത്. പിന്നീട് അവളാണെങ്കിൽ അവിടെ നിന്ന് കുറെ നേരം കരയുന്നുണ്ട്. അതിനുശേഷം അവൾ ആ കാട്ടിൽ നിന്ന് നടന്ന് എങ്ങനെയൊക്കെയോ ട്രക്കിന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ട്രക്കിന്റെ അടുത്ത് വരുമ്പോൾ രണ്ട് മനുഷ്യരാവട്ടെ ആ ട്രക്കിൽ കയറി ഇരുന്നിട്ട് ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവള് വിട്ടുകൊടുക്കത്തില്ല. പിന്നാലെ ഓടാനായിട്ട് ശ്രമിക്കുമെങ്കിലും ആ ട്രക്കിൽ കയറിയ രണ്ട് മനുഷ്യര് ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോയി. അവർക്കറിയത്തില്ല ഈ ട്രക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ട്രക്ക് എങ്ങനെയാണ് ഓടുന്നത് എന്നൊന്നും അവർക്കറിയത്തില്ല. ചിലപ്പോൾ ആ ട്രക്ക് എവരെയും വശീകരിക്കാം, ഇനിയുള്ള മനുഷ്യരെ കൊല്ലാനായിട്ട് എവരെയും പ്രേരിപ്പിക്കാം. എന്താണ് നടക്കാൻ പോണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ നീനയ്ക്ക് വേറെ മാർഗ്ഗമില്ല. ആ ട്രക്ക് അവന്മാര് മോഷ്ടിച്ചോണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഇവള് നടന്ന് നേരത്തെ ഇടിച്ചു പൊളിച്ചൊരു കാറില്ലേ അവിടെ വരുന്നുണ്ട്. അവിടെ തന്നെ ആ കാറിൽ നിന്ന് തെറിച്ചു പോയ കുറെ അധികം സാധനങ്ങൾ കിടപ്പുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെയോ തുണിയൊക്കെ എടുത്ത് അവൾ അവളുടെ ശരീരം മറയ്ക്കുകയാണ്. ഒരുപാടധികം തണുപ്പുണ്ട്, അത് അവൾക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഒരു കസേര എടുക്കുന്നുണ്ട്. ആ കസേര എടുത്ത് റോഡിൽ ഇട്ടിട്ട് ആ റോഡിൽ തന്നെ അവൾ ഇരിക്കുകയാണ്. പിന്നെ കഴിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് അതും കഴിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ രാത്രി കാണിക്കുമ്പോൾ ആ ട്രക്കാണെങ്കിൽ റോഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇനി അതിന്റെ അടുത്ത ഇരേനെ തേടി പോവാണ്. ഈ ട്രക്കിന് ഒരു പ്രത്യേക ശാപമുണ്ട്. ഈ ട്രക്കിന് ചില മനുഷ്യരെ വശീകരിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ ട്രക്കിന് ചോര കുടിക്കാനാണ്. അങ്ങനെ വശീകരിച്ചാണ് നമ്മുടെ ക്രയാഗിനെ. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.